പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വിശ്രമിക്കാനെത്തിയ ഡോക്ടർ ടി.പി. അബ്ദുൽ ഖാദർ ചുറ്റിക്കറങ്ങിയത് 75 രാജ്യങ്ങൾ. 34 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഇനി അല്പം വിശ്രമിക്കാമെന്ന് മനസ്സ് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഡോക്ടർ ഗൾഫിലെ ജോലി മതിയാക്കി നാട്ടിലെത്തിയത്. എന്നാൽ ആ മടങ്ങിവരവ് മറ്റൊരു യാത്രയുടെ തുടക്കമാവുകയായിരുന്നു. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യ യാത്രയുടെ തുടക്കം. ഇറാഖ്, പലസ്തീൻ, ഇസ്രായേൽ, ജോർദാൻ, സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് തുടങ്ങി 14 വർഷം കൊണ്ട് 75 രാജ്യങ്ങൾ ചുറ്റിക്കണ്ടു. എസ്.കെ. പൊറ്റക്കാടിന്റെ സഞ്ചാര സാഹിത്യം വായിച്ച് യാത്രകളെ പ്രണയിച്ചിരുന്ന കാലത്തൊന്നും ഇങ്ങനെയൊരു അവസരം ഡോക്ടർക്ക് ഉണ്ടായിട്ടില്ല. പ്രായം ഒന്നിനുമൊരു തടസ്സമല്ലെന്ന ഉറച്ച മനസ്സുമായി യാത്ര ആസ്വദിക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ. ഇത്രയും രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോഴും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നല്ല സ്വീകരണവും സ്നേഹ ബഹുമാനമാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചില രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യക്കാരെന്ന് കാണുമ്പോൾ എന്തെങ്കിലും ജപ്പാനിൽ പോയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, അവിടെ ആദ്യമായിട്ടാണ് ആ റെസ്റ്റോറൻറ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് വളരെ നല്ലൊരു സ്വീകരണമായിരുന്നു. ഇങ്ങനെ എവിടെ പോയാലും അറബ് രാഷ്ട്രങ്ങൾ, അതായത് ഫലസ്തീൻ ഒക്കെ പോയാലും നമ്മളോട് നല്ലൊരു സ്നേഹ ബഹുമാനം തന്നെയാണ് മിക്കവാറും രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ ജന്മനാടായ ബ്രസീലിലും മറഡോണയുടെ അർജന്റീനയുമൊക്കെ കൺകുളിർക്കെ കാണാൻ കഴിഞ്ഞത് ഭാഗ്യമായി കാണുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. സമയനിഷ്ഠ, നീതിപാലനം, ശുചിത്വബോധം, അച്ചടക്കം, ദേശഭക്തി തുടങ്ങിയ കാര്യങ്ങൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാൻ മറ്റു രാജ്യങ്ങളെ കണ്ട് പഠിക്കണമെന്നും ഡോക്ടർ അബ്ദുൽ ഖാദർ പറഞ്ഞു. ഇന്ത്യക്കാരനെന്ന നിലയിൽ സ്നേഹോഷ്മളമായ സ്വീകരണമാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചത്. താൻ കണ്ടതിൽ ശുചിത്വവും പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതവും ഹൃദ്യമായ പെരുമാറ്റവും കൊണ്ട് മനസ്സിനെ കീഴടക്കിയത് ഇന്ത്യയുടെ അയൽരാജ്യമായ ഭൂട്ടാനാണെന്ന് ഡോക്ടറുടെ അഭിപ്രായം. കണ്ട കാഴ്ചകളും അനുഭവങ്ങളും ഉൾപ്പെടുത്തി അധികം വൈകാതെ ഒരു പുസ്തകം ഇറക്കാനും അദ്ദേഹം പദ്ധതിയിടുന്നുണ്ട്. എൻ്റെ അടുത്ത യാത്ര ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലേക്കാണ്. അടുത്ത 16-ാം തീയതിയാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. വിസയൊക്കെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. അവിടെ പോകാൻ വളരെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യനിർമ്മിത അത്ഭുതങ്ങളൊക്കെ മിക്കവാറും ഞാൻ കണ്ടു കഴിഞ്ഞു. പുതിയ ഇതിൽ മെക്സിക്കോയിലുള്ള ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. ഈ നാച്ചുറൽ വണ്ടർപ്പെട്ടതാണ് വിക്ടോറിയ ഫാൾസ്. അത് കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നെൽസൺ മണ്ടേലയുടെ ഒരു രാജ്യം, മഹാത്മാഗാന്ധി ആദ്യം പ്രാക്ടീസ് ചെയ്തൊരു രാജ്യം എന്നതൊക്കെ ആണ് അവിടത്തേക്ക് പോകാൻ എന്നെ താല്പര്യപ്പെടുത്തിയത്. ഈ മാസം അവസാനത്തോടെ ദക്ഷിണാഫ്രിക്ക, സാംബിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് യാത്ര പോകാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഡോക്ടർ ടി.പി. അബ്ദുൽ ഖാദർ. സമകാലിക മലയാളം, കണ്ണൂർ.